കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ദിവസങ്ങളിൽ തിരുവചനം പഠിക്കുകയും ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം കർത്താവ് മനസ്സിലാക്കി തരികയായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ ഒരു കപ്പലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ പറയുകയാണ്, വിശ്വാസ കപ്പൽ ചിലരുടെ തകർന്നു പോയി. പിന്നെയും പെട്ടെന്നാണ് ഞാൻ ഓർത്ത്, കപ്പലിനോടനുബന്ധിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, കപ്പൽ വലിയൊരു യാനപാത്രമാണെങ്കിലും ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തിരിക്കാമെന്നതുപോലെ നാവ് നമ്മുടെ ജീവിതമാകുന്ന കപ്പലിൻ്റെ ഒരു സ്റ്റിയറിങ്, ചുക്കാന് നമ്മുടെ നാവ്. അതുപോലെ എബ്രായ ലേഖനം പറയുന്നു, യേശുക്രിസ്തു നമ്മുടെ ക്യാപ്റ്റന്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6-ൽ പറയുന്നു, നമുക്ക് കർത്താവിലുള്ള ഉറപ്പ്, കർത്താവ് വരും, നമുക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ട്, നിത്യതയുണ്ടെന്നുള്ള ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്. അപ്പം കപ്പലിനുമായിട്ട് ചേർന്ന എല്ലാം ഉണ്ട്. നിങ്ങളുടെ എൻ്റെ ജീവിതം ഒരു കപ്പൽ യാത്രയാണ്. വിശ്വാസ കപ്പലിൽ നമ്മൾ പോകുന്നത്. ക്യാപ്റ്റൻ യേശുവാണ്. നമ്മുടെ നാവ് അതിൻ്റെ ചുക്കാനാണ്. നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശ അതിൻ്റെ നങ്കൂരമാണ്. നാവ് ജീവിതത്തെ നശിപ്പിക്കാം. നാവ് എത്ര നാശത്തിലേക്ക് പോകുന്ന ജീവിതത്തെയും അത്ഭുതത്തിലേക്ക് കൊണ്ടുപോകാം. അതായിരിക്കും ഈ എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കുന്നത്. നാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്ന ചുക്കാൻ. എൻ്റെ നിങ്ങളുടെ നാവ്, യേശുവുള്ള നാവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന നാവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളും മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം മറ്റാരുമല്ല, പിശാച് ചെയ്തതായിരിക്കാം. എന്നാൽ അവനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ നാവ് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ വഴി കറക്റ്റായിട്ട് വെളിപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉള്ളിൽ കർത്താവ് നൽകി തന്നിരിക്കുന്ന സന്ദേശം അത് തന്നെയാണ്. 1-2 പേരോട് പറഞ്ഞ്, നിൻ്റെ നാവ് നിൻ്റെ ജീവിതത്തെ മുഴുവൻ നിർണയിക്കും. വീണ്ടും 1-2 പേരോട് പറഞ്ഞ്, നിൻ്റെ നാവ് നിൻ്റെ ഭാവിയെ മുഴുവൻ നിർണയിക്കും. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായി യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം എടുത്താട്ട് 4-5 വാക്യങ്ങൾ വായിക്കണം. യാക്കോബിൻ്റെ ലേഖനം 3:4-5. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ നാവും. അത്രയും വായിച്ചാൽ മതി. ഇനി എല്ലാവരും ചേർന്ന് ഒന്ന് വായിച്ചേ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഇപ്പം ജീവിതത്തിൽ കൊടുങ്കാറ്റാണേലും മുഖത്ത് നോക്കി പറ, എത്ര വലിയ വിഷയമാണേലും, കപ്പൽ എത്ര വലുതാണ്, അടിച്ച കൊടുങ്കാറ്റ് എത്ര വലുതായിക്കൊള്ളട്ടെ, വിഷയം എത്ര ഭീകരമായിക്കൊള്ളട്ടെ. വായിച്ചോളൂ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആള് പറ, വല്ലോരും ബോധിച്ചാലേ നീ പോകത്തില്ല, നീ ബോധിച്ചാലേ പോവും. ഇഷ്ടമുള്ളിടത്തൂടെ ഡ്രൈവ് ചെയ്യത്തില്ല, നീ പറയുന്നിടത്തൂടെ വണ്ടി പോവും.
അതിനുള്ള ഡ്രൈവിംഗ് വീൽ, സ്റ്റിയറിംഗ് വീൽ എൻ്റെ നിങ്ങളുടെയും കയ്യിൽ കർത്താവ് തന്നിരിക്കുക. രാവിലെ അതിലൊന്ന് തൊടുന്ന നല്ലതാണ്. അതാണ് നമ്മുടെ നാവ്. ഈ നാവ് ഒരു ദൈവപൈതലിൻ്റെ നാവ്, എല്ലാവരുടെയും നാവല്ലേ. യേശു കർത്താവായി ഉള്ളിലുള്ള ഒരാളുടെ നാവ് അത്ഭുതങ്ങളെ വിരിയിക്കുന്ന നാവ്. ഇതെൻ്റെ നിങ്ങളുടെയും കഴിവുകൊണ്ടൊന്നുമല്ല, നമ്മുടെ നാക്കിൻ്റെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലുള്ളവൻ്റെ ശക്തി കൊണ്ട്. ആ കർത്താവിൻ്റെ പേരെത്രേ? യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. നാവ് കുഴപ്പത്തിലും ഉപയോഗിക്കാമെന്ന് അടുത്ത വാക്യം. അങ്ങനെ തന്നെ നാവ് വമ്പ് പറയുന്ന ഒരു നാവായാൽ അത് കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസ് 1:18, 19, 20 വാക്യങ്ങൾ വായിക്കാൻ പോവുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, നാവ് ചുക്കാനാണ്, ജീവിതം കപ്പലാണ്, യേശു ക്യാപ്റ്റനാണ്, പ്രത്യാശ നങ്കൂരമാണ്. ഇത്രയും കാര്യങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ്, നിങ്ങളുടെ ജീവിതം കപ്പലാണ്. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. നിങ്ങളുടെ വിശ്വാസ ജീവിതം കപ്പലാണ്, യേശു ക്യാപ്റ്റനാണ്, പിന്നെ നാവ് ചുക്കാനാണ്, കർത്താവിലുള്ള വിശ്വാസം നങ്കൂരമാണ്. ഇത്രയും വാക്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചൊവ്വ ഉപയോഗിച്ചാൽ എത്ര പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എത്ര 10,000 പേര് നിനക്കെതിരെ മന്ത്രവാദം ചെയ്തോട്ടെ, ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ജപ്തി നടപടിയുടെ മുമ്പിലായിക്കൊള്ളട്ടെ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് തോറ്റതായിക്കൊള്ളട്ടെ, ഇപ്പോൾ അപ്ലൈ ചെയ്ത ജോലികൾക്കെല്ലാം നോ പറഞ്ഞെന്നിരുന്നോട്ടെ, ഈ ഒരൊറ്റ നാവ് കൊണ്ട് കർത്താവിനാൽ നിയന്ത്രിതമായ, കർത്താവിൻ്റെ കയ്യിൽ നങ്കൂരമിട്ട, യേശുവിൻ്റെ കയ്യിൽ നങ്കൂരമുള്ള, യേശുവിൻ്റെ കയ്യിൽ നങ്കൂരമുള്ള ഒരു ദൈവ പൈതൽ നാവ് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ ലോകത്തിലെ ഏത് പ്രതിസന്ധി മാറി നീ ഉദ്ദേശിക്കുന്നതിലേ വരും. ഇന്ന് പകലിതാ കർത്താവ് തരുന്ന സന്ദേശം, നിന്റെ ഭവനം നീ പറയുന്ന പോലെയാകും. ഭർത്താവ് മദ്യപാനി ആയിരിക്കാം, പക്ഷെ നിന്റെ കുടുംബജീവിതം നീ പറയുന്ന പോലെ ആകും. നിന്റെ മക്കൾ വഴിതെറ്റി നടക്കുകയാകാം, നിന്റെ കുഞ്ഞുങ്ങൾ നീ പറയുന്ന വഴിയിൽ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിലെ സംഭവങ്ങളെപ്പോലും തിരിച്ചുവിടാൻ കഴിയുന്ന ഒരത്ഭുത അവയവം നിന്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് കർത്താവ് തന്ന നാവാണ്. ആമേൻ. പഴയ നിയമകാലത്ത് ക്രിസ്തുവിനെ ഈ നിലയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് യോശുവ തൻ്റെ നാവ് ഉപയോഗിച്ചപ്പോൾ ഭൂമിയുടെ കറക്കം നിന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നാവ് ഉപയോഗിച്ചപ്പോൾ സൈന്യങ്ങൾ മുട്ടുമടക്കി, കടലുകൾ രണ്ടായി മാറിപ്പോയി, തീയുടെ ബലം കെടുത്തിപ്പോയി. മിഴുങ്ങാൻ വന്ന സിംഹങ്ങൾ വായടച്ചു. പിന്നെയാണോ ആരോ നിന്നെ ശപിച്ച വാക്ക്? സ്തോത്രം. ഞാനൊരു വലിയ സത്യം പറയാം, വേറെ ആരും അല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ തന്നെ. സ്തോത്രം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ നാക്ക് വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ, ക്രിസ്തുവിൽ ഉപയോഗിക്കാമെങ്കിൽ ജയകരമായ ജീവിതം നയിക്കും. നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത, ഇടയ്ക്കിടയ്ക്കാകാമെന്നല്ല, ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇന്ന് എല്ലാവരും ഈ വചനം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനവും കൂടെ എടുക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, എൻ്റെ തീരുമാനം കൊണ്ട് പറ്റത്തില്ല, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ
ഇന്നെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, നീ പറയുന്ന പോലെ ആകും. നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ തിരിഞ്ഞു വരും. ദൈവമക്കളുടെ നാവ് ഇത്രയും ശക്തമാണെന്ന് ദൈവമക്കൾക്ക് അറിയില്ലെങ്കിലും ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം, ദൂതന്മാർക്കറിയാം, എന്തിന് നാട്ടുകാർക്കും കുറേയൊക്കെ അറിയാം. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വലിയ ഉറപ്പില്ലെങ്കിലും നാട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ, കാരണം നീ പ്രാർത്ഥിച്ചാൽ അവർക്ക് അത്ഭുതം നടക്കുമെന്ന് അവർക്കറിയാം. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഉറപ്പില്ലെങ്കിലും അയൽവക്കംകാർക്ക് നല്ല ഉറപ്പാന്ന് പറഞ്ഞു. ഒരു ദൈവ പൈതലിൻ്റെ നാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാൻ മേലാത്ത, അപ്പോൾ തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, സാത്താന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഈ ദൈവമക്കളുടെ നാവ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ ദുഷ്ടൻ അവിടെ നിൽക്കാനൊക്കത്തില്ലെന്നും പിശാചുക്കൾക്ക് ആ ഏറിയയിൽ നിൽക്കാനൊക്കത്തില്ലെന്നും സാത്താന് നന്നായിട്ട് അറിയാം. 1-ാം നൂറ്റാണ്ടിലെ സഭ യേശു ക്രിസ്തുവിൻ്റെ നാമം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഹെവൻലി ഫീസിനെ ഈ നാളുകളിൽ അങ്ങനെ കർത്താവ് ഉപയോഗിച്ച് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഇവിടെ ഒരു കൂട്ടമുണ്ട്. അവരെപ്പോഴും യേശു 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 എന്നേ പറയത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ 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 പറഞ്ഞേ. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഏതാ പ്രത്യേകമായിട്ട് ശുശ്രൂഷിക്കുന്നത്? ബ്രദർ കൃപയുടെ സുവിശേഷകനാണോ, അതോ ബ്രദർ അന്ത്യകാലം പറയുന്ന ആളാണോ, അതോ ബ്രദർ ക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച പ്രവൃത്തി പറയുന്നതാണോ? ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം പറയും, പക്ഷെ ഞാൻ പറയുന്നത് യേശു എന്ന നാമമാണ്. അപ്പം എൻ്റെയും നിങ്ങളുടെ നാവിൽ ആ നാമം ഉപയോഗിച്ചാൽ ഉണ്ടല്ലോ, ആ നാമം എടുത്തൊരു നാവുണ്ടോ, അത്ഭുതമേ നടക്കത്തുള്ളൂ, നീ പറഞ്ഞതേ നടക്കത്തുള്ളൂ. ഓ, കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ യേശുവിൻ്റെ നാമം പറയിപ്പിക്കത്തില്ല വിശ്വാസിയെ കൊണ്ട് പോലും. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ എയർപോർട്ടിൽ ഇറങ്ങി ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിലൊരു കോള് വന്നു. ഒരു സഹോദരിയാണ് വിളിക്കുന്നത്. ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മോന് ഒരു ശാരീരികമായൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാറുന്നില്ല, കുറേ നാളായി, ഇപ്പം പിന്നെയും ഇച്ചിരി ഒന്ന് കുറയും. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഒരു വിശ്വാസി എന്നെ വിളിക്കുന്നതെന്ന് ഓർക്കണം, നമ്മുടെ ചർച്ചിലെ അല്ല. എന്നാ പറയാനാ ബ്രദറെ, ഞങ്ങളുടെ അടുത്തൊരാളങ്ങ് ചെയ്ത് ഈ മകനെതിരെ മന്ത്രവാദം ചെയ്ത് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിശാച് ആ നിലയെ പ്രവർത്തിക്കുന്നു, ഈ നിലയെ പ്രവർത്തിക്കുന്നു, ഭയങ്കരം പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സഹോദരി, അവരാ ചെയ്തതെന്ന് സഹോദരിക്ക് എങ്ങനെ അറിയാം? അത് സഹോദരി കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ പറയട്ടെ, എങ്ങനെയാന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. ബ്രദറിന് അറിയാവോ? ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആരോ നിങ്ങളുടെ അടുത്ത് വന്ന് ദൂത് പറഞ്ഞു, ആ വീട്ടുകാരാ ചെയ്തതെന്ന്. അതെ ബ്രദറെ. ഞാൻ പറഞ്ഞു, അവിടെ ആ പ്രശ്നം. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആയിക്കോട്ടെ, അവരായിക്കോട്ടെ ചെയ്തത്. ഇത്രയും നേരം സഹോദരി എന്നോട് സംസാരിച്ചല്ലോ, യേശു എന്നൊരു പേര് വായി വന്നില്ലല്ലോ. പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു, പിശാചിനെക്കുറിച്ച് പറഞ്ഞു, അയൽവക്കംകാരുടെ പേര് പറഞ്ഞു, ആ കാര്യം പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു, ഏത് പറഞ്ഞില്ല? അവിടാണ് ദൈവമക്കളുടെ പരാജയം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില മീറ്റിങ്ങുകളിൽ കൂടിയിട്ടുണ്ട്, ക്രൈസ്തവ മീറ്റിങ്ങുകളിൽ. മീറ്റിംഗ് നിറയെ ദാവീദ് നിറഞ്ഞു നിൽക്കുന്നു, മോർദെഖായി നിറഞ്ഞു നിൽക്കുന്നു, മോശ നിറഞ്ഞു നിൽക്കുന്നു. യേശു എന്നുള്ള പേര് ഒരിക്കൽ പോലും കേൾക്കാത്ത മീറ്റിംഗ് ഞാൻ കൂടിയിട്ടുണ്ട്. ഇല്ല, തെറ്റിപ്പോയി. ഒടുവിൽ ഒരു തവണ പറയാം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തിനാണോ അവിടെ കൊണ്ടുവന്ന്. ഈ നാമം ഉപയോഗിക്കാതിരിക്കാനായിട്ട് സാത്താൻ അവൻ്റെ പഠിച്ച പണികളെല്ലാം നോക്കും. നമ്മൾ എപ്പോഴൊക്കെ ഈ നാമം ഉപയോഗിക്കണം? എപ്പോഴും. എപ്പോഴൊക്കെ ഉപയോഗിക്കണം? എപ്പോഴൊക്കെ ഉപയോഗിക്കണം? നിന്റെ നാവ് അത്ഭുതത്തിൻ്റെ നാവായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. അത്ഭുതമാകാൻ ആഗ്രഹിക്കുന്നവർ കര ഉയർത്തിപ്പിടിക്കാം, കൈയൊന്ന് വീശി കാണിക്കാം, കൈതാത്തിടാം.
വീട് അത്ഭുതമാകാൻ ആഗ്രഹിക്കുന്നവർ കൈവീശി കാണിക്കാം, കൈതാത്തിടാം. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം അത്ഭുതമാകാൻ ആഗ്രഹിക്കുന്നവർ കൈവീശി കാണിക്കാം, കൈതാത്തിടാം. നിങ്ങളുടെ ശുശ്രൂഷ അത്ഭുതമാകാൻ ആഗ്രഹിക്കുന്നവർ കര ഉയർത്തിപ്പിടിക്കാം. അതിന് കൂടുതൽ തിയോളജി ഒന്നും പഠിക്കേണ്ട. ഇടവിടാതെ യേശുവിൻ്റെ നാമം ഏറ്റു പറഞ്ഞാൽ മതി. പറഞ്ഞോ, യേശു 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 യേശു. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ, യേശു 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 യേശു. വേറൊരു വാക്യം കൂടെ വായിക്കാം. അതെങ്ങനെ എപ്പോഴും ഏറ്റു പറയാൻ പറ്റും. എബ്രായ ലേഖനം ഒന്നെടുത്ത്, എബ്രായ ലേഖനം 13 എടുത്ത്, എബ്രായർ 13:15 വായിച്ച്. അതുകൊണ്ട് അവൻ മുഖാന്തിരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരത്തിൻ്റെ ഫലം. ആമേൻ. ദൈവം തമ്പുരാന് നമ്മൾ എന്തോ കൊടുക്കണം? അധരത്തിൻ്റെ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മൾ കൊരിന്ത് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്തവന് നല്ല ബലം കൊടുക്കണമെന്ന്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. അപ്പം എന്നെ കർത്താവ് കൃഷി ചെയ്തിരിക്കുക. കർത്താവ് നട്ട വൃക്ഷമായത് അല്ലേ? ഈ വൃക്ഷം നടുന്ന കാര്യത്തിലാണ് കൊരിന്ത് സഭയിലെ നേതാക്കന്മാർ തമ്മിലോ വിശ്വാസികൾ തമ്മിൽ ചെറിയൊരു ഇതുണ്ടായി. അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, പൗലൂസിൻ്റെ പക്ഷക്കാരൻ. അവിടെ വന്ന ഓരോ പാസ്റ്റർമാരുടെ പക്ഷം പിടിച്ച് ഓരോരുത്തർ പറഞ്ഞപ്പം പൗലൂസ് പറയുക, എൻ്റെ പൊന്നെ, എൻ്റെ പക്ഷമൊന്നും പിടിക്കണ്ട, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി. എല്ലാവരും കൂടെ ചേർന്നാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. എൻ്റെ ശുശ്രൂഷ എന്ന് ആരും പറയരുത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം. എന്നിട്ട് പറയും, ഇത് ദൈവത്തിൻ്റെ കൃഷി. അടുത്തിരിക്കുന്ന ആൾ പറ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. ഈ പഴയ നിയമത്തിലെ ഇസ്രായേൽ യഹൂദന്മാർ, അവര് ദൈവവഴി വിട്ട് വേണ്ടാത്തതും പറഞ്ഞു പോയപ്പോൾ കർത്താവ് ദുഃഖിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. യഹൂദനെ കുറിച്ച് അവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ നട്ടു, കല്ലൊക്കെ പെറുക്കി മാറ്റി, വേലിയൊക്കെ കെട്ടി ചൊവ്വേ നട്ടതാ. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്ര. കൈ കൊടുത്ത് പറയുന്നത്, നാവിൽ നിന്ന് വരുന്നതാണ് ദൈവം കഴിക്കാൻ വരുന്നത്. യേശു ഒരിക്കൽ വഴി നടന്ന് വിശന്നിട്ട് ഒരത്തിയെ നോക്കി, ബലം വല്ലതും ഉണ്ടോ? അപ്പോൾ എൻ്റെ നിങ്ങളുടെ അടുക്കൽ യേശു വന്ന് എന്തോ നോക്കുക, എടാ ഈ കൊച്ചനെ നമ്മൾ അവിടെ ചിങ്ങവനത്തിൽ നിന്ന് ഇവിടെ നട്ടു. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ നടിയിച്ചു. ഇപ്പോൾ തങ്കു ബ്രദർ നട്ടു, തോമസ് ഊട്ടി ബ്രദർ നനച്ചു എന്ന് വെക്കുക. വേറെ കുറേ പേര് വളവിട്ടു. ബലം വല്ലതും ഉണ്ടോ? വാ പൊളിച്ചായപ്പോൾ എന്തോ വരുന്നേ? അത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല മുന്തിരി വള്ളിയ നിന്നിൽ ചേർന്ന് ജീവിക്കുവാ, നല്ല മുന്തിരി വള്ളിയ നിന്നിൽ ചേർന്ന് ജീവിക്കുവാ, അധികം ഞാൻ ഫലം തരുവാ, ചെത്തിയെന്നെ പണിയണമേ, അധികം ഞാൻ ഫലം തരുവാ, ചെത്തിയെന്നെ പണിയണമേ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് രുചിയുള്ളതായിരിക്കും. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് രുചികരമായിരിക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് രുചികരമായിരിക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ നമ്മുടെ സഹവിശ്വാസിക്ക് രുചികരമായിരിക്കട്ടെ.
വേർത്തനെ ഇടിച്ചു കളവാനല്ല, പണിവാൻ നമ്മുടെ വാക്കുകൾ ഉതകട്ടെ. ചിലരുമായി വർത്തമാനം പറഞ്ഞാൽ തകർന്നിരിക്കുന്ന നമ്മുടെ ഹൃദയം ബലപ്പെടും. പതറിയിരിക്കുന്ന നമ്മൾ പറയും, ഇല്ല, എൻ്റെ ഭാരമെല്ലാം മാറിയെന്ന് പറയും. എന്നാൽ ചിലരുമായി സംസാരിച്ചാൽ അല്പം ബലത്തിലിരിക്കുന്നവർ പോലും അവരുടെ കുറ്റം പറച്ചിലും വേണ്ടാത്ത വാക്കും കേട്ട് മനസ്സിടിഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 2008 സഭയ്ക്കെതിരെ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വീടുകളിലും ചുറ്റുപാടിലും വിശ്വാസികൾ തമ്മിലും ഫോണിലും വേണ്ടാത്ത കാട്ടുമുന്തിരിങ്ങ പലരും കായ്ച്ചു. പ്രതിസന്ധി ഉണ്ടായപ്പോൾ നല്ലത് പറഞ്ഞവരുമുണ്ട്. ഞങ്ങൾക്ക് SMS അയച്ച് ഞങ്ങളുടെ അടുക്ക വന്ന ബ്രദറെ, ഈ പ്രതിസന്ധിയും ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്കും ഉണ്ടായതാ. ഇവിടെ നമ്മൾ പതറത്തൊന്നുമില്ല, നമ്മൾ ഒന്നിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ അധരങ്ങളായി ഇവിടെ ഇരിക്കുന്നത്. നല്ല മുന്തിരി വള്ളിയാ നിന്നിൽ ചേർന്ന് ജീവിക്കുക, നല്ല മുന്തിരി വള്ളിയാ നിന്നിൽ ചേർന്ന് ജീവിക്കുക. അധികം ഞാൻ ഫലം പണിയണമേ, അധികം ഞാൻ ഫലം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ വചനം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. ഞാൻ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ചെത്തി വെടിപ്പാക്കപ്പെട്ടിരിക്കും. കർത്താവ് രോഗവും ദാരിദ്ര്യവും തന്നല്ല ബാലശിക്ഷ കഴിക്കുന്നത്. നോ, അത് തെറ്റായ പഠിപ്പിക്കല. കർത്താവ് തൻ്റെ വചനം കൊണ്ടാ കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരാഴ്ച നാവിൽ നിന്ന് അവരവരുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളൊന്ന് ഓർത്തു നോക്കി. ദ്രവത്വം കൊണ്ടിരുന്ന വാക്കുകൾ, മറ്റുള്ളവരെ ഇടിച്ചു താക്കുന്ന വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ, നെഗറ്റീവ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ സഭ പോകുന്നത്? പറഞ്ഞോ, വേറെ ആരെയും ശോധന ചെയ്യാതെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഒരത്ഭുത ഉപകരണം നിന്റെ ജീവിതമാകുന്ന കപ്പലിനെ പ്രതിസന്ധിയിൽ നിന്ന് തിരിക്കാൻ കഴിയുന്ന, ജയത്തിലേക്ക് നടത്താൻ കഴിയുന്ന ഒരത്ഭുത ഉപകരണം നിന്റെ നാവിൽ തന്നെ കർത്താവ് തന്നിരിക്കുക. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് ആ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ആ മലയോട് യേശുവിൻ്റെ നാമത്തിൽ വഴിയിൽ നിന്ന് മാറാൻ പറയണം. നമ്മളൊക്കെ പലപ്പോഴും പ്രശ്നമാകുന്ന മലയെക്കുറിച്ച് പറയുക, മലയോട് പറയാനാണ് യേശു പറഞ്ഞത്. അത് വലിയ വിഷയമാണ്, ഇത് ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ എന്നൊക്കെ പറയുന്നത് ഒന്ന് സമാപിപ്പിച്ചിട്ട് ആ അധികാരം എടുത്തുകൊണ്ട് മാറും. ആ പ്രതിസന്ധി മാറും. നിങ്ങൾക്ക് പ്രയാസം വരുത്തിയിരിക്കുന്ന ഒരു കാര്യവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പറയാൻ ഇപ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ രോഗങ്ങൾ വഴിമാറും. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികളായി നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ വഴിമാറിത്തരും. പൈശാചികമായ ബന്ധനങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നാവ് ഒരു ചുക്കാൻ പോലെ എത്ര പ്രതിസന്ധിയുള്ള തിരമാലകളാൽ വലയുന്ന ഒരു കപ്പലായാലും ചുക്കാൻ അതിനെ തിരിക്കുന്നത് പോലെ കർത്താവെ, പല പ്രതിസന്ധികളും കാറ്റുകളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന പലരെന്ന് കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും മുട്ടുമടക്കുമല്ലോ. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും വിടുതൽ സംഭവിക്കട്ടെ. ഞാൻ മാത്രമല്ല, നിങ്ങളോടൊന്ന് കൽപ്പിക്കണം. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകുമെന്ന് പറയണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ലംബ് വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ശ്വാസം മുട്ടൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം വിട്ടുമാറട്ടെ. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. മദ്യപാന ബന്ധനങ്ങൾ, പൈശാചികമായ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
അഴിഞ്ഞു മാറട്ടെ. കർത്താവെ, മറ്റ് പല പ്രതിസന്ധികളാൽ ജീവിതം ആടി ഉലയുന്നൊരു കപ്പൽ പോലെ പോകുമ്പോൾ കർത്താവിൻ്റെ വചനത്താൽ, വിശ്വാസത്താൽ ഞങ്ങളുടെ നാവാകുന്ന ചുക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ജീവിതം അതിൻ്റെ ശരിയായ ദിശയിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം. ഏത് സമയത്തും ഈ നമ്പറുകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാം. ഈ നമ്മൾ കേട്ട സന്ദേശം അടുത്ത എപ്പിസോഡിൽ തുടരുകയാണ്. അതിൽ കാണുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച രാവിലെ 10-ന് കൊട്ടാരക്കരയ്ക്ക് സമീപം ചെങ്ങമനാട്ട്. മെയ് 30 ശനി രാവിലെ 10-ന് അരോമ ഓഡിറ്റോറിയം. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. കേംബ്രിഡ്ജ് ജൂൺ 5 വെള്ളി വൈകിട്ട് 6 മണിക്ക്. സ്റ്റെയിൻസ് ജൂൺ 6 ശനി രാവിലെ 10-ന്. വെസ്റ്റ് ക്രോയ്ഡോൺ ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം ജൂൺ 7 ഞായർ രാവിലെ 10-നും ഉച്ചതിരിഞ്ഞ് 2-നും. ബോസ്റ്റൺ ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ് ജൂൺ 12 വെള്ളി വൈകിട്ട് 6-ന്. മദർവെൽ ഗ്ലാസ്ഗോ ജൂൺ 14 ഞായർ. തോമസ് കുട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് കുട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ് ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ്. प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू।